ഭയങ്കര അടി. ഭയങ്കര അടിയെന്ന് വെച്ചാൽ അനുമോളും നെവിനും കൂടെ എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങ് നെഞ്ചിനകത്ത് വേദനയെടുത്ത് അത്തു പോണത്തെ അടിയാണ്. അതായത് അനുമോൾ ഉറങ്ങുമല്ലായിരുന്നു, അനുമോൾ ഉറങ്ങുമായിരുന്നു നെവിൻ പറയുന്നു. സത്യം പറഞ്ഞാൽ അനുമോൾ കണ്ണടച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ എഴുന്നേക്കാൻ പറയുന്നു. ആര്യൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും എഴുന്നേൽക്കുന്നില്ല. അപ്പം നെവിൻ വന്ന് പറഞ്ഞു, നെവിൻ പറഞ്ഞു നീ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലെ ആദ്യം നൂറയൊക്കെ ചെയ്യുന്ന പോലെ നെവിന് ശാലം വെള്ളം കുടഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിന് അനുമോള് കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ നെവിൻ്റെ മേത്ത് കമത്തി. നെവിൻ ഓടിപ്പോയി ഒരു പാൻ നിറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് അനുമോളുടെ കട്ടിലേലോട്ട് അങ്ങ് ഒഴിച്ചു. ഇതിൽ പൂരം വല്ലതും പറയാനുണ്ടോ? പൊടി പൂരമാണ്, പൊടി പൂരം. സത്യം പറഞ്ഞാൽ കണ്ടിരുന്ന എനിക്ക് തന്നെ നെഞ്ചിനകത്ത് വേദന എടുത്തു. അതുപോണത്തെ ഈ വഴക്കാണ് നടന്നത്, അതിഭയങ്കരമായ വഴക്ക്. സത്യം പറഞ്ഞാൽ നെവിൻ കാണിച്ച പോക്കൃത്തരമാണ് ഈ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചത്തെ ഒരു പെർഫോമൻസ് വെച്ചാൽ നെവിന് ഒരു 99% എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം എവിക്റ്റ് ആയി പോകുന്ന നെവിനായിരിക്കും. അതിനുള്ള എല്ലാം കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം നെവിൻ്റെ തമാശയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയൊന്നും കാണിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മാതിരി പ്രകടനമായിരുന്നു. അനുമോളുടെ ഭാഗത്തുനിന്നും അത്യാവശ്യം നല്ല വെറുപ്പിക്കൽ തന്നെയായിരുന്നു. അപ്പം ഇന്നലെ രണ്ടുപേരും യുദ്ധത്തിൽ നിൽക്കുക. അപ്പോൾ രണ്ടുപേരും അവരവർ ജയിക്കാനേ നോക്കുള്ളൂ. അതിനകത്ത് ഇപ്പോൾ ആരെയും നമുക്ക് പിന്നോട്ട് വലിക്കാനൊന്നും പറ്റത്തില്ല. അതിനിടയ്ക്ക് അനീഷ് ചെല്ലുന്നുണ്ട്, അനീഷിനെ നെവിൻ പാർപ്പിച്ചു വിടുന്നുണ്ട്. ഷാനവാസ് ഇടയ്ക്കായിട്ട് ഒന്നും കാണാൻ മേലാത്ത പോലെ വെളിയിൽ പോയിരിപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കാഴ്ച ഈ ആദ്യം നൂറേം പോലും ആരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുമില്ല, എല്ലാവരും മിണ്ടായിരുന്നു കാണുകയാണ്. അങ്ങനെ അതിഭയങ്കരമായ ഒരു വഴക്ക്. ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വഴക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന്. പക്ഷെ നെവിന് ഇപ്രാവശ്യം, കാരണം അനുമോൾക്ക് നല്ല ഫാൻ സർക്കിളുണ്ട്, അനുമോൾക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നെവിൻ ഇപ്രാവശ്യം ഇത് നെഗറ്റീവായിട്ട് വരാനും നെവിൻ പുറത്തു പോകാനുള്ള ചാൻസ് 90% ഉറപ്പായിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണാതെ പോകല്ലേ. അതിഭയങ്കര ഇനി ലൈവിനകത്ത് ഇത്രയൊക്കെ കാണിച്ച് കുറേ നേരം ഇപ്പോഴും വഴക്ക് തീർന്നിട്ടില്ല, വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സീരിയലിനകത്ത് ഒന്നും പോലെ ഒക്കെ കാണുന്ന വലിയ ഒരു സീൻ തന്നെയാണ് ഇന്ന് അവിടെ ലൈവായിട്ട് നടന്നത്. മറ്റേത് സീരിയലാണെന്ന് പറയാം, അല്ലെങ്കിൽ സിനിമയാണെന്ന് പറയാം. ഇത് ലൈവായിട്ട് നടക്കുന്ന കാര്യമാണ്. ഭയങ്കര യുദ്ധമായിരുന്നു. അപ്പം ഇങ്ങനൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ടാസ്കിനകത്ത് ആര്യനാണ് ജയിച്ചത്. ഇന്ന് ടാസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതിനകത്ത് ആര്യനും നൂറയാണ്. ആര്യൻ 9 പോയിന്റും നൂറയ്ക്ക് 8 പോയിന്റും അവരിങ്ങനെ മത്സരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ അടിയെന്ന് പറയുന്നുണ്ടല്ലോ, അമ്പൻ അടിയായിരുന്നു. ഒരു രക്ഷയില്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ വഴക്കാണ് നടന്നത് അവിടെ. അനുവിന് കിടക്കാൻ മേലാത്ത പോലെ ബെഡ് മുഴുവൻ നനഞ്ഞ് വെള്ളമായി ഇരിക്കുകയാണ്. വേറെ ബെഡുണ്ട് കിടക്കാൻ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അനുവിൻ്റെ ആ ബെഡിൽ ഇനി നെവിൻ ഔട്ടാവുന്ന വരെ അവിടുത്തെ കിടത്തില്ലെന്ന് പറഞ്ഞാണ് നെവിൻ നിൽക്കുന്നത്. കണ്ടറിയാം.